എല്ലാവർക്കും നമസ്കാരം. ഈ ഭൂമിദേവിക്കൊരു വലിയൊരു പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ് പറയാൻ പോണത്. കുറേ പേർക്ക് അറിയാമായിരിക്കും, എന്നാലും പൊതുവേ ജനറലായിട്ടുള്ള ആൾക്കാർക്ക് വലിയ ധാരണയില്ലാത്തൊരു ടോപ്പിക്കാണ്. ഈ ഭൂമിദേവി ആരാണ്? ഭൂമിദേവി നമ്മളുടെ അമ്മയാണ്. മദർ എർത്ത് എന്നാണ് പറയുക തന്നെ. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ അമ്മയുടെ മടിത്തട്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ എവിടെ ഇരിക്കുന്നു? അമ്മയുടെ മടിത്തട്ടിലാണ് അല്ലേ? ഞാനിവിടെ കിടന്നുറങ്ങുന്ന സ്ഥലം, ഒരു കട്ടിൽ ഇവിടെ ഉണ്ട്. ഈ കട്ടിലിൽ കിടക്കുമ്പോൾ എവിടെ കിടക്കുന്നത്? കട്ടിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് കട്ടിൽ ഇരിക്കുന്നത്? അമ്മയുടെ മടിത്തട്ടിലാണ്. നമ്മൾ നടക്കുന്നു, കാർ ഓടിക്കുന്നു, അമ്മയുടെ മേത്തെ കൂടെയാണ് കാർ ഓടിക്കുന്നത് അല്ലേ? എന്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾ നിലനിൽക്കുന്നത് അമ്മയുടെ ശരീരത്തിലാണ്. നിങ്ങൾ എന്തെങ്കിലും സാധനം വേസ്റ്റ് വലിച്ചെറിയുന്നു. ഇപ്പോൾ നമ്മൾ പല്ലൊക്കെ ചെയ്യുന്നതാണ്, ഇവിടെ നിന്ന് വേസ്റ്റ് അങ്ങോട്ടേക്ക് എറിയും, നമ്മുടെ ഓർമ്മയിൽ നിന്ന് അപ്പുറത്തേക്ക് എറിയും. ആരാണ് അവിടെ മേടിക്കുന്നത്? അമ്മ തന്നെ അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തുപ്പുന്നു, ആരുടെ മേത്തേക്കാണ് തുപ്പുന്നത്? അമ്മയുടെ മേത്തേക്ക് അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അല്ലേ? പലരും ചിന്തിക്കാത്തൊരു പോയിൻ്റായിരിക്കും. ആ മദർ എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുകയും നമ്മുടെ ഇങ്ങനെ കൈയിൻ്റെ ഉള്ളിലിങ്ങനെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അമ്മ, മദർ എർത്ത്. മദർ എർത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു വേസ്റ്റ് പോലും ഇങ്ങനെ അവിടെ കൊണ്ടൊന്ന് ത്രോ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നില്ല. അല്ലെങ്കിൽ അത് അതിൻ്റേതായ പ്രോപ്പറായ സ്ഥലങ്ങളിൽ നിങ്ങളത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കും, ഉറപ്പാണ്. അല്ലെങ്കിൽ കണ്ണി കണ്ടോടത്തേക്ക് ഇങ്ങനെ തുപ്പിയിടുക എന്നുള്ള സ്വഭാവം നമ്മുടെ ആൾക്കാർക്ക് മാത്രമല്ല, ഹിന്ദിക്കാർക്ക് അതിൽ കൂടുതൽ ഹിന്ദിക്കാരാണ്. കണ്ണി കണ്ടോടത്തേക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും. അതൊക്കെ ഒരു പൊട്ട ശീലമാണ്. നമ്മുടെ മദർ എർത്തിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പ്രോപ്പറായ ഒരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാവും, അല്ല അവിടെ അത് ചെയ്യാം. എവിടെയും ചെയ്യാണ്ടിരിക്കാൻ പറ്റുമല്ലോ, നിർത്തിയില്ല, അപ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷേ അമ്മയ്ക്ക് അത് കുഴപ്പമില്ല, അമ്മ അത് ഓക്കെയാണ് അത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. ഞാൻ പറയാൻ വന്ന ടോപ്പിക്ക് വേറൊന്നാണ്. ഇതൊക്കെ ജനറലായിട്ട് ചെറിയൊരു ബോധവൽക്കരണം പോലെ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, എന്നിരുന്നാലും ഞാനങ്ങനെ പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ പറയാൻ വന്നത് നമ്മുടെ വിഷയം അതല്ല, എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്നിരിക്കും. എന്തെങ്കിലും ഒരു ബാധ വന്നു, ശത്രുബാധയോ അവിടെ നിന്നോടുന്ന എന്തെങ്കിലും എനർജീസ് നിങ്ങളുടെ ശരീരത്തിൽ കയറുകയോ ചെയ്താൽ നമ്മളെങ്ങനെയാണ് കളയുക? നമ്മൾ ഉടനെ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് ഓടും, നോക്കുന്ന ആളുടെ അടുത്തേക്ക് പോകും. അയാൾ പറയും ശത്രു ബാധയുണ്ട്, പ്രേതം വന്നിട്ടുണ്ട്, ഭൂതം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ എന്താണ് പ്രതിവിധി? അപ്പോൾ ഇന്ന സ്ഥലത്തേക്കാണ് പോവുക, അവിടെ അങ്ങനെ എന്നിട്ട് ആ പൂജ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ആ വഴിപാട് ചെയ്യുക. അത് നമ്മൾ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, എല്ലായിടത്തും പോയി ഇതൊക്കെ ചെയ്യുന്നു. ചിലപ്പോൾ ബാധ പോവും, ചിലപ്പോൾ പോവില്ല. പോയില്ലെങ്കിൽ അടുത്ത ആളത്ത് പോകും. അപ്പോൾ ആ ജോത്സ്യന് വരില്ല, അടുത്ത ആളത്തേക്ക് പോയി അവിടെ പോയി നോക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു വേറെ വഴിപാട് പറഞ്ഞു, അങ്ങോട്ടേക്ക് പോകുന്നത് ചെയ്യുന്നു. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നല്ലേ? അതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ, ആ ഓടുന്നതിന് മുമ്പ് നമുക്ക് പ്രൈമറി ആയിട്ട് ചെയ്യാവുന്നൊരു ടെക്നിക്ക് ഉണ്ട്. ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമാണ്, വീണ്ടും പറയുന്നത്. നിങ്ങളുടെ വിരലുകൾക്ക് ഒരു പവറുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ വിരൽ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ വിരലിനൊരു എനർജി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ഇങ്ങനെ എനർജി ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ഹീലിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് ഈ വിരലുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഒരു സംശയം വേണ്ട കേട്ടോ, നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ എനർജി വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു വിരലുകൾ, നിങ്ങളുടെ എല്ലാ വിരലുകളിലും ചക്രാസ് ഉണ്ട്. മെയിൻ ചക്രാസ് അല്ല, എല്ലാ ഫിംഗർ ടിപ്പിലും ചക്രാസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എനർജിനെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് കളയാൻ പറ്റും, റിലീസ് ചെയ്ത് കളയാൻ പറ്റും. അതിനൊരു വിദ്യയുണ്ട്. അപ്പോൾ എങ്ങാട് കളയും? നമ്മുടെ ഭൂമിദേവി, നമ്മുടെ അമ്മ അവിടെ തയ്യാറായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരൂ മോനെ, ഇങ്ങോട്ട് കൊണ്ടുവരൂ മോളെ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളത് കാണുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക അത് കളയാനായിട്ട്? നിങ്ങൾക്ക് ഇപ്പോൾ എമോഷൻ ആയിക്കോട്ടെ, നെഗറ്റീവ് എനർജി ആയിക്കോട്ടെ, ബാധ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഈ വിദ്യ കേട്ടോ. ഞാനും പറയണമ്പോൾ നിങ്ങളത് പുച്ഛിച്ച് തള്ളരുത്. നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ട്, നിങ്ങൾ പല പ്രാവശ്യം പരീക്ഷിച്ചിട്ട് അത് വർക്കാവണമെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞോളൂ, പുച്ഛിച്ച് തള്ളിക്കോളൂ, എനിക്കൊരു വിഷമമില്ല. പക്ഷേ ചെയ്ത് നോക്കിയിട്ട് വേണം പറയാം. അതായത് നമ്മളിങ്ങനെ എല്ലാ വിരലുകളും ഇങ്ങനെ പിടിക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് ചെയ്തിട്ട് ഇത് വർക്കായ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരുണ്ട്, ഇത് വർക്കാവുന്നുണ്ട് സാറേ, ഇത് അടിപൊളി വിദ്യയാണ്. ഒരു ശത്രുബാധ ഒരു 3 ആഴ്ച കൊണ്ട് ഒരു സ്ത്രീ കംപ്ലീറ്റായിട്ട് റിലീസ് ചെയ്ത് കളഞ്ഞ് ഇത് വിദ്യ ചെയ്തിട്ട്.
അവരെന്നെ ഫോൺ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ആ വിദ്യ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം കേട്ടോ ഒരാൾക്കെങ്കിലും മാറ്റം ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം എനിക്ക് അത്രയും പണി കുറഞ്ഞു. ഒന്നത്. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും ഫീസ് തന്ന് എൻ്റെ ദക്ഷിണ തന്നിട്ട് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. അതെനിക്കറിയാം. കാരണം എനിക്കൊരു ഫീസുണ്ട്. ഓരോ വർക്ക് ചെയ്യണതിന് ഇത്ര രൂപ വെച്ച് മേടിക്കും ഞാൻ. കാരണം അത് ദൈവം പറഞ്ഞേക്കണതാണ്. അതെനിക്ക് കർമ്മം കിട്ടും അല്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഫീസ് വാങ്ങണത്. പക്ഷേ ഈ വിദ്യ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആ വിദ്യയെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 രൂപ പോലും ചിലവില്ല. നിങ്ങൾക്ക് അത് റിലീസ് ചെയ്ത് കളയാൻ പറ്റും. നിങ്ങൾക്ക് ആത്മീയതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഏതിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണെങ്കിലും നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞ സാധനത്തിനെ നിങ്ങൾ കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്നിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏത് സ്പിരിച്വാലിറ്റിയിലായാലും ഉപാസനയാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും കുടുംബപരമായിട്ട് സാമ്പത്തികപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവ് എനർജിനെ കളയാന്നുള്ളത് ഒരു ചലഞ്ചാണ്. ഒരു സംശയം വേണ്ട. അത് നിങ്ങൾ ചെയ്തേ മതിയാവും. ഇല്ലാതെ ഇതിനെ വിമർശിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ വിരലുകളും ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് പറയാം, അമ്മേ എൻ്റെ ഈ നെഗറ്റീവ് എനർജി മൊത്തം വലിച്ചെടുത്ത് എന്നെ രക്ഷിച്ചോളൂ എന്ന് പ്രാർത്ഥിക്കുക. 3 പ്രാവശ്യം പറയുക. ഇങ്ങനെ വിരലുകൾ പിടിച്ചിട്ട് ഇതിങ്ങനെ താഴേക്കാക്കിയിട്ട് ഇങ്ങനെ മുട്ടിക്കണ്ട, നിലത്ത് മുട്ടിക്കണ്ട, ഇങ്ങനെ പിടിക്കുക. ഇപ്പോൾ ഞാൻ കസേരയിലാണ് ഇരിക്കുന്നത്. കസേരയുടെ 2 സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ടിരുന്നിട്ട് നമ്മൾ ശ്വാസം കൊടുക്കാം. ഒരു 3 പ്രാവശ്യം ശ്വാസം കൊടുത്ത് വിടുക. അപ്പോൾ നമുക്ക് ഈ വിരൽ ടിപ്പുകളിലേക്ക് ശ്രദ്ധിക്കാം. വിരൽ ടിപ്പുകളിൽ എന്താണ് അവിടെ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്തോ അവിടെ എന്തോ ഇങ്ങനെ അനങ്ങുന്ന പോലെ, നീങ്ങുന്ന പോലെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി എനർജി സ്റ്റാർട്ടായി. എന്നിട്ട് നമ്മൾ പയ്യെ ഭൂമിയോട് പ്രാർത്ഥിക്കുക. എൻ്റെ ശരീരത്തിലുള്ള ചക്രാസിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിനെയും വലിച്ചെടുത്ത് എന്നെ ഫുൾ പവറിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണേ അമ്മേ, അല്ലെങ്കിൽ ഭൂമി ദേവി എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയുക, റിലീസ് 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 റിലീസ്. ഒന്ന് ശ്വാസം എടുത്ത് വിടുക. ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം തന്നെ ചെയ്ത് നോക്കാം. ഒരു 2-3 ടൈംസ് ഞാൻ കാണിക്കാം. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. ചെയ്ത് നോക്കിക്കോളൂ. വീണ്ടും ഇപ്പം നമ്മളുടെ ഓരോ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. നമ്മളുടെ തലയിൽ ശ്രദ്ധിക്കുക, കഴുത്ത് ശ്രദ്ധിക്കുക, നെഞ്ച് ശ്രദ്ധിക്കുക, സോഡാപെക്സ് ശ്രദ്ധിക്കുക, പുറം ശ്രദ്ധിക്കുക, എല്ലാ ഭാഗങ്ങളും. എവിടെയെങ്കിലും എന്തെങ്കിലും ഹെവിനെസ് ഉണ്ടാകുന്ന നോക്കുക, കട്ടിപ്പുണ്ടാകുന്ന നോക്കുക, എന്തെങ്കിലും അസ്വസ്ഥതകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന നോക്കുക. അപ്പോൾ ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാം. എന്നിട്ട് അവിടുത്തെ സാധനം റിലീസ് ആവട്ടെ എന്ന് വിചാരിക്കാം. എന്നിട്ട് വീണ്ടും പറയാം, റിലീസ് 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 റിലീസ്. ഈ റിലീസ് എന്ന് പറയുമ്പോഴേ നമ്മുടെ സൗണ്ട് നമ്മുടെ ബോഡിയിലേക്ക് വൈബ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഒത്തിരി ശബ്ദത്തിൽ പറയണം. എങ്കിലേ അത് വൈബ്രേറ്റ് ചെയ്ത് അത് പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ റിലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കമാൻഡ് കൊടുക്കുകയാണ്, പുറത്തേക്ക് പോയിക്കോളൂ അങ്ങനെ. അപ്പോൾ അത് വിരലിൽ കൂടി, അപ്പോൾ എൻ്റെ വിരലിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം ഞാൻ കുറച്ച് ടയർഡായിട്ട് ഇരിക്കുകയായിരുന്നു. രാവിലെ 2-3 വർക്ക് ചെയ്ത് കുറച്ച് പണി കിട്ടിയിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. എൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് തോന്നണ്ടെന്ന് പറഞ്ഞോളാം. പക്ഷേ ഇപ്പോൾ എനിക്കത് എൻ്റെ വിരലിൽ കൂടി പോകുന്നുണ്ട്. റിലീസ് ചെയ്ത് കളയാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അതിനുള്ള വീഡിയോ പിടിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നുകൂടി ചെയ്യാം. വീണ്ടും റിലീസ് 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 റിലീസ്. ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്താണെങ്കിലും എനിക്ക് ഒരു റിലീസ് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ശരീരത്തിൽ നിന്ന് പോയി. കാരണം ഞാൻ ഈ വർക്ക് ചെയ്യുമ്പോൾ പലരും എനിക്ക് പേഴ്സണലായിട്ട് വീഡിയോ കമൻറ്റ് അയക്കാറുണ്ട്, സാറിന് ആരോഗ്യം ശ്രദ്ധിക്കും സാറിങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ജോലി ചെയ്യല്ലേ സാറേ എന്ന് പലരും പറയാറുണ്ട് എൻ്റെ അടുത്ത്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പക്ഷേ ഞാനും ശ്രദ്ധിക്കാറില്ല, വാസ്തവം പറഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല. കാരണം എൻ്റെ അടുത്ത് മുമ്പിലേക്ക് വരുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ത്വരയാണ് എൻ്റെ ഉള്ളിൽ.
അത് പണ്ടേ മുതലുണ്ട്. പണ്ട് ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പൈസ വാങ്ങി ചെയ്യുന്നത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പൈസ വാങ്ങുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല, ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് അപകടം സംഭവിക്കാതെ ഞാൻ പോകുന്നു. പണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ശരീരത്തിലുണ്ട്. എൻ്റെ വയറ് എപ്പോഴും പ്രശ്നം വരുന്നു, ഗ്യാസ്ട്രിക് പ്രോബ്ലം വരുന്നു, എപ്പോൾ നോക്കിയാലും വയറിൻ്റെ പ്രശ്നം. ആ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് ഞാൻ ഈ പണിയൊക്കെ നിർത്തിയതാണ്. ഈ നമ്മൾ റേക്കിയുടെ പരിപാടിയാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തായിരുന്നു, ഹീലിംഗ് പരിപാടി സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഒരു കൊല്ലത്തോളം വെറുതെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആക്റ്റീവായി, വീണ്ടും ഈ ഫീൽഡിലേക്ക് വന്നു. അപ്പം നമ്മളിന്ന് പോകാൻ ദേവി സമ്മതിക്കില്ല. ദേവി നമ്മൾ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് കൊണ്ടുവന്നിടും. അതെൻ്റെ നിയോഗമായിരിക്കും, അതുകൊണ്ടായിരിക്കും രണ്ടാമത് ഞാൻ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ ഒരു 1.5 കൊല്ലത്തോളമായി ഞാൻ തുടങ്ങിയിട്ട്. 1.5 കൊല്ലമായെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എന്നോടാ. എനിവേ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ മഹാകാളി ഹീലിങ്ങിലൂടെ കുറേ മാറ്റങ്ങൾ ലൈഫിലേക്ക് കുറേ പേര് മടങ്ങി വന്നു. എല്ലാവർക്കും 100% റിസൾട്ടൊന്നുമില്ല. ചിലർക്ക് 50% കിട്ടിയവരുണ്ട്, 100% കിട്ടിയവരുണ്ട്, റിസൾട്ട് കിട്ടാത്തവരുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ഉണ്ട്. അല്ലാണ്ട് എല്ലാവർക്കും നമുക്ക് ഒരേപോലെ റിസൾട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. എന്നിരുന്നാലും ഒരുപാട് പേര്, ഒത്തിരി ആൾക്കാർ എന്നോട് പറയാറുണ്ട്, സാറിൻ്റെ ഒരു ഹീലിങ്ങിലൂടെ നമുക്ക് ഇങ്ങനത്തെ ഇത്ര മാറ്റങ്ങളൊന്നും ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. സാധാരണ എവിടെയെങ്കിലും പോയി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ബാധ രണ്ടാമത് തിരിച്ചു വരും. സാറിൻ്റെ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ബാധ രണ്ടാമത് വരുന്നില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. കാരണം എല്ലാം മഹാകാളിയുടെ അനുഗ്രഹം എന്നേ ഞാൻ പറയും. കാരണം എൻ്റെ കഴിവൊന്നുമല്ല, എല്ലാം മഹാകാളി അനുഗ്രഹിച്ച് ചെയ്യുന്നതാണ്. അതിന് യോഗ്യത ഉള്ളവർ വന്നു കഴിഞ്ഞാൽ 100% റിസൾട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ചിലർക്ക് ആ യോഗ്യത ഉണ്ടാവില്ല, കാരണം അവർക്ക് കർമ്മം ബാക്കിയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ കട്ടിയുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ ബാക്കി വെക്കുന്നതിന് മുഴുവൻ റിസൾട്ട് കിട്ടില്ല. അത് നമ്മുടെ ആരെയും കുഴപ്പമില്ല, അത് അവനവൻ തന്നെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന വികൃതികളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതാണ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. ഈ വിദ്യ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്ന ആൾക്കാർ, നിങ്ങൾക്ക് നന്മ വരും, ഉറപ്പായിട്ടും വരും. ഡെയിലി ചെയ്യാം. നന്ദി, നമസ്കാരം.